Hi everyone, welcome to She Talks. ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ കോമിൻ്റെ ഫോർത്ത് സെമ്മിലെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 2 ആണ്. അതിൽ തന്നെ ചാപ്റ്റർ 1 ആയ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അഥവാ ഫുൾ കോസ്റ്റിംഗ് എന്നും പറയും. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ടു ഓപ്പറേഷൻ പ്രോസസ്സസ് ആൻഡ് പ്രൊഡക്റ്റ്. നമ്മൾ ഒരു കോസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഒരു ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിലേക്കോ അവിടെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡും കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചാർജ് ചെയ്യണതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അഥവാ ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഈ ഒരു ടെക്നിക്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് തന്നെ കോസ്റ്റ് പെർ യൂണിറ്റും ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണോണ്ടാണ് ഈ കോസ്റ്റ് പെർ യൂണിറ്റും ചേഞ്ച് ചെയ്യുന്നത് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച്. ഈ ചേഞ്ച് തന്നെ വരുന്നത് കാരണം തന്നെ മാനേജ്മെൻറ്റിന് കുറച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്, പ്രോബ്ലം റേസ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യണേക്ക് മുമ്പ് അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കണം. ആ ഫോർമാറ്റാണ് കുറെ കൊടുത്തിരിക്കുന്നത്. അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. സെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ് മാനുഫാക്ചർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, വേരിയബിളും ഉണ്ടാവും, ഫിക്സഡ് ഉണ്ടാവും. അത് ഫിക്സഡ് ആണെങ്കിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ബേസിൽ തന്നെ എടുക്കാൻ നോക്കുക. ആഡ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കറണ്ട് വാല്യൂ തന്നെ ലെസ് ചെയ്യാൻ നോക്കണം. ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് ആക്ച്വലിൽ നിന്ന് കുറവാണെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, കൂടുതലാണെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അതിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഫിക്സഡ് ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും. അത് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് നെറ്റ് ഇൻകം പ്രോഫിറ്റ്. ഇതാണ് ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് മീൻസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൻ്റെ അണ്ടറിൽ പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് റിലേറ്റഡ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ തന്നേക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു XY കമ്പനിയുടെ റിലേറ്റഡ് ആണ്. അപ്പോൾ നോർമൽ കപ്പാസിറ്റിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40,000 യൂണിറ്റ്സ് പെർ മന്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത് 44,000 യൂണിറ്റ്സ്. അതിന് വന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6 രൂപയാണ് പെർ യൂണിറ്റിന്. സെയിൽസ് നടത്തിയിട്ടുള്ളത് 40,000 യൂണിറ്റ്സ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇവർ ചാർജ് ചെയ്തേക്കുന്നത് 15 രൂപയാണ് പെർ യൂണിറ്റിന്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ് പെർ മന്ത്, അല്ലെങ്കിൽ 2.5 പെർ യൂണിറ്റ് അറ്റ് നോർമൽ കപ്പാസിറ്റി. 40,000 യൂണിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് വരുന്നത് 2.5 രൂപയാണ് പെർ യൂണിറ്റിന് വരുന്ന ചാർജ്. 1 ലക്ഷം തന്നെയാണ്, അത് രണ്ട് രീതിയിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2,40,000 പെർ മന്ത്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനാണ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ. നമുക്ക് ഓൾറെഡി നമ്മൾ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്താൽ ആദ്യം വന്നത് സെയിൽസാണ്. ഇവിടെ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, 40,000 യൂണിറ്റ്സ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 15 രൂപ. 40,000 ഇൻറ്റു 15 പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം. ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? ഇവിടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ്? 44,000 യൂണിറ്റ്സ്. അതിന് വന്ന പെർ യൂണിറ്റിന് വന്ന ചിലവ് 6 രൂപ. അപ്പോൾ 2,64,000. ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ ബേസിൽ തന്നെ എടുക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പെർ യൂണിറ്റ് എത്രയാണെന്ന്. 44,000 ഇൻറ്റു 2.5 1,10,000. അപ്പോൾ ടോട്ടൽ പറയുന്നത് 3,74,000. ലെസ് ക്ലോസിംഗ് ഇൻവെൻട്രി. നമ്മളിവിടെ ആക്ച്വൽ പ്രൊഡക്ഷൻ നടത്തിയത് എത്രയാണ്? 44,000 യൂണിറ്റ്സ് അല്ലേ. പക്ഷേ സെയിൽസ് എത്രയേ പോയിട്ടുള്ളൂ? 40,000 യൂണിറ്റ്സ്. അപ്പോൾ ഇനി കമ്പനിയുടെ കയ്യിൽ 4,000 യൂണിറ്റ്സ് ഉണ്ട് സെയിൽ ചെയ്യാൻ. അപ്പോൾ 4,000 യൂണിറ്റ്സ് ഇൻറ്റു എത്ര കോസ്റ്റ് പെർ യൂണിറ്റ്? വേരിയബിൾ കോസ്റ്റ് 6 രൂപ, ഫിക്സഡ് ഓവർ ഹെഡ് 2.5. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 8.5 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4,000 ഇൻറ്റു 8.5 34,000. നമുക്ക് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്? അണ്ടർ അബ്സോർപ്ഷൻ. ഇപ്പോൾ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് ലെസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രകാരം 1 ലക്ഷം വന്നിട്ടുണ്ട്. ആക്ച്വലായിട്ട് വന്നേക്കണേ 1,17,000. അപ്പോൾ ഓവറായിട്ട് കൂടുതൽ വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ അത് ലെസ് ചെയ്യണം 10,000.
രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. ഇത് ആഡും ഡിഫറൻസ് കഴിയുമ്പോൾ 3,30,000 കിട്ടും. ഇനി 6,00,000 നിന്ന് 3,30,000 കുറയ്ക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി 2,70,000. ഇനി അതിൽ നിന്ന് അതർ എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കണം. നമുക്ക് അതർ എക്സ്പെൻസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 2,40,000. 2,70,000 നിന്ന് 2,40,000 കുറയ്ക്കുമ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ തന്നെ പോയിന്റ് റെക്കഗ്നൈസ് ഫിക്സഡ് കോസ്റ്റ് ഇൻ പ്രൈസിങ്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിന്. അതുകൊണ്ട് തന്നെ പ്രൈസിങ് പോളിസിയിൽ ഭയങ്കര അവർ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് പറയുന്നത് മാനേജ്മെന്റിന്. കാരണം അത് നമ്മുടെ പ്രൊഡക്റ്റ് കോസ്റ്റിൽ ഓൾറെഡി ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അക്യുറേറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഫോർ ഫ്യൂച്ചർ സെയിൽസ്. നമുക്ക് പ്രോഫിറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ സെയിൽസ് അഡ്വാൻസ്ഡ് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. കംപ്ലൈൻസ് വിത്ത് അക്രൽ ആൻഡ് മാച്ചിങ് കൺസെപ്റ്റ്. എത്ര നമുക്ക് കോസ്റ്റ് വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ റവന്യൂ ക്രിയേറ്റഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂള് അക്രൽ ആൻഡ് മാച്ചിങ് കൺസെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. റെക്കഗ്നൈസ്ഡ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോഡീസ്. റെക്കഗ്നൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോഡീസ് അക്സെപ്റ്റഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. FACB, AAC ആൻഡ് ASB എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻവെന്ററി വാല്യുവേഷൻ ഒക്കെ അക്സെപ്റ്റഡ് ചെയ്തിട്ടുള്ളതാണ്. അവോയ്ഡ് കോംപ്ലക്സ് കോസ്റ്റ് സെപ്പറേഷൻ. ഇവിടെ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ കോംപ്ലക്സിറ്റി കുറവാകുന്നുണ്ടെന്നാണ് പറയുന്നത്. റിവീൽ എഫിഷ്യൻസി ഫോർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് റിവീൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സെപ്പറേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇൻകം നെറ്റ് പ്രോഫിറ്റ് ഇൻകം കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതാണ് മേജർ അഡ്വാൻറ്റേജ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഡിഫിക്കൽട്ടി ഇൻ കമ്പാരിസൺ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ അനുസരിച്ചാണ്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് പെർ യൂണിറ്റിലും വ്യത്യാസം വരുന്നു. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാണ്. ഇതുകൊണ്ട് തന്നെ കമ്പാരിസണും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സായിട്ട് മാറുന്നു. അടുത്ത പോയിന്റ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ മാനേജറൽ ഡിസിഷൻ. മാനേജർ ഈ ഡിസിഷൻ എടുക്കാനൊരു സ്യൂട്ടബിൾ ആയിട്ട് ടെക്നിക്ക് അല്ല. കാരണം മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിസ് എടുക്കാനും അതുപോലെ എക്സ്പോർട്ട് ചെയ്യണം ഇമ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് കോസ്റ്റ് വൈറ്റേറ്റഡ് ബിക്കോസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻവെന്ററി വാല്യുവേഷൻസ്. നമ്മൾ പറഞ്ഞു ഇൻവെന്ററി വാല്യൂ ചെയ്യുമ്പോൾ ഒരു ലിറ്റിൽ എമൗണ്ട് ഫിക്സഡ് കോസ്റ്റ് അങ്ങോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ക്ലോസിംഗ് ഇൻവെന്ററി പിന്നീട് അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിൽ വരുന്ന വ്യത്യാസം അതുകൊണ്ട് വരുന്ന ഒരു മേജർ ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നു. അടുത്ത പോയിന്റ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഷൻ ഇൻ കോസ്റ്റ് നോട്ട് ജസ്റ്റിഫൈഡ്. കൃത്യമായിട്ട് ഫിക്സഡ് കോസ്റ്റിന്റെ ബെനിഫിറ്റ് ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മൾ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. അടുത്ത പോയിന്റ് അപ്പോർച്ച്മെന്റ് ഓഫ് ഫിക്സഡ് ഓവർഹെഡ് ബൈ ആർബിട്രറി മെത്തേഡ്. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആർബിട്രറി മെത്തേഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ഇൻഅക്യുറേറ്റും അൺറിലയബിൾ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോട്ട് ഹെൽപ്ഫുൾ ഫോർ പ്രിപ്പറേഷൻ ഫോർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കാനൊരു ഹെൽപ്ഫുൾ ആവണില്ല. കാരണം ഇവിടെ ഡിസ്റ്റിങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിൽ നോ ഡിസ്റ്റിങ്ഷൻ ഇല്ല, ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹെൽപ്ഫുൾ ആവണില്ല ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് എന്നാണ് പറയുന്നത്. ഇതാണ് മേജർ ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് അറിയണം. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ടോട്ടൽ കോസ്റ്റ് ഒരു എക്സ്ട്രാ യൂണിറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് നമുക്ക് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കുറവായിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ അത് കുറവ് വന്ന യൂണിറ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് കോസ്റ്റ് എന്നും പറയും. ഇതൊക്കെ പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആവാം, അതിനൊക്കെ മാർജിനൽ കോസ്റ്റ് എന്ന് തന്നെയാണ് അർത്ഥം. ഇനി അടുത്തതാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റിൽ വരുന്ന വ്യത്യാസത്തിനെ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ്. എത്രമാത്രം നമ്മൾ വോളിയത്തിൽ ഔട്ട്പുട്ടിന് ചേഞ്ച് വരുമ്പോൾ അവിടെ പ്രോഫിറ്റിനെ വരുന്ന കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്.
ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന്. അത് ഒന്നും കൂടി പോയിന്റ് ആയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തേക്കണെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക്, നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് കണ്ടുപിടിക്കാനും അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ വോളിയത്തിൽ അഫക്റ്റ് ചെയ്യണതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് എന്നും പറയാം. കോസ്റ്റ് അലോക്കേഷൻ ചെയ്യുന്നത് ആദ്യം പ്രൊഡക്ഷനിലേക്ക് വേരിയബിൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ വയ്യ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ മാർജിനൽ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക് വാല്യുവേഷൻ മീൻസ് ഇൻവെന്ററി വാല്യുവേഷൻ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിന് ബേസ് ആയിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലായിരിക്കും. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ എക്സാമ്പിളിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 രൂപ, അതുപോലെ ഫിക്സഡ് എക്സ്പെൻസ് 150 രൂപ. നമ്മൾ എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കണേ 30 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് 30 യൂണിറ്റ്സിന് 10 രൂപയാണ്. അപ്പോൾ ടോട്ടൽ അപ്പോൾ എത്രയായിരിക്കും വേരിയബിൾ 300, ഫിക്സഡ് കോസ്റ്റ് 150. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുകയാണെങ്കിൽ 450. ഒരു യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നത് നോക്കാം. വേരിയബിൾ കോസ്റ്റ് 30 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കുമ്പോൾ 10 രൂപ 310 വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 150. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് 460. മീൻസ് ഇവിടെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ യൂണിറ്റ്സ് എത്രയാ, 30 യൂണിറ്റ്സ് എത്രയാ, 450. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് തന്നെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് മാർജിനൽ കോസ്റ്റിന് റിലേറ്റഡ് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞേക്കുന്ന ഒരു XYZ കമ്പനിയുടെയാണ്. അവരുടെ നോർമൽ കപ്പാസിറ്റിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40,000 യൂണിറ്റ്സ് പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആക്ച്വലി ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 44,000 യൂണിറ്റ്സ് ആണ്. അതിന് വന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 40,000 യൂണിറ്റ്സ് അറ്റ് 15 പെർ യൂണിറ്റ്. പിന്നെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട് 1 ലക്ഷമാണ് പെർ മന്തിൽ വന്നേക്കുന്നത്. അല്ലെങ്കിൽ 2.5 പെർ യൂണിറ്റ് അറ്റ് നോർമൽ കപ്പാസിറ്റിയിൽ 40,000 യൂണിറ്റ്സ് ഇൻറ്റു 2.5 ചെയ്താലും 1 ലക്ഷം തന്നെയാണ്. അത് രണ്ട് രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. അതർ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 8,000. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിൽ. അപ്പോൾ നമുക്കറിയാം സെയിൽസ് കണ്ടെത്തുക. സെയിൽസ് എത്രയാണ് നമുക്കറിയാം, 40,000 യൂണിറ്റ്സ് അറ്റ് 15 ആണെന്ന് പറയാം. അപ്പോൾ 6 lakh. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ആണ്, മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നമുക്ക്, 44,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ 6 രൂപ. അപ്പം 2,64,000. നമുക്കറിയാം നമ്മളിവിടെ ആക്ച്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എത്രയാണ്, 44,000 യൂണിറ്റ്സ് ഉണ്ടാക്കി. പക്ഷെ വിറ്റത് എത്രയാണ്, 40,000 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ ബാലൻസ് യൂണിറ്റ്സ് അവിടെ ഉണ്ടല്ലോ, അത് ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ 44,000 മൈനസ് 40,000 കുറച്ച് ഞാൻ 4,000 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 4,000. അപ്പോൾ അതിന് എത്ര വന്ന വേരിയബിൾ കോസ്റ്റ് എത്ര, 6 രൂപ. അപ്പം 4,000 ഇൻറ്റു 6 24,000, 2,40,000. അതിൽ നിന്ന് 6,00,000 നിന്ന് 2,40,000 കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും 3,60,000. അതിൽ നിന്ന് ഫിക്സഡ് ഓവർ ഹെഡ് നമുക്കറിയാം തന്നിട്ടുണ്ട്, 1 ലക്ഷം തന്നിട്ടുണ്ട്. പിന്നെ അതർ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഫിക്സഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 8,000, 1,08,000. അതിൽ നിന്ന് കോൺട്രിബ്യൂഷനിൽ നിന്ന് 1,08,000 കുറച്ച് കഴിഞ്ഞാൽ 2,52,000 നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിൽ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒന്നും കൂടി പോയിന്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. അതിൽ ആദ്യത്തെ ഡിഫറൻസ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗിലാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ ഡിഫറൻസ്, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് പെർ യൂണിറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ മാർജിനിലാണെങ്കിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് പെർ യൂണിറ്റും സെയിം തന്നെയായിരിക്കും. അടുത്ത ഡിഫറൻസ്, ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗിൽ സെയിൽസ് മൈനസ് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ക്ലോസിംഗ് ഇൻവെന്ററിയിൽ ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അത് ഓപ്പണിംഗ് ഇൻവെന്ററിയിൽ ആ ഫിക്സഡ് കോസ്റ്റ് എമൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. മാർജിനൽ കോസ്റ്റിലാണെങ്കിൽ അങ്ങനെ ഒരു ക്യാരി ഫോർവേഡ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത ഡിഫറൻസ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ മാനേജറിയൽ ഡിസിഷൻ. നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ കോസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കമ്പാരിസൺ ഒന്നും പറ്റാതെ വരുന്നു. അതുകൊണ്ട് ഡിസിഷൻ എടുക്കാനും പലപ്പോഴും മാനേജ്മെന്റിന് പറ്റാറില്ല. അടുത്ത ഡിഫറൻസ്, മാർജിനൽ കോസ്റ്റിംഗിൽ സ്യൂട്ടബിൾ ഫോർ മാനേജറിയൽ ഡിസിഷൻസ്. കോസ്റ്റ് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ
മാനേജർ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള സ്യൂട്ടബിലിറ്റി ഉണ്ടെന്നാ പറയുന്നത്. അടുത്ത ഡിഫറൻസ് ഇവിടെ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫങ്ഷണൽ ബേസിസാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയാണ് കോസ്റ്റ് ഇവിടെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗിൽ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ബിഹേവിയറൽ ബേസിസ് ആണ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2,00,000 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പെർ ഇയർ. നോർമൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് 90% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2,00,000ന്റെ 90% എന്ന് പറയുമ്പോൾ 1,80,000 യൂണിറ്റ്സ്. സ്റ്റാൻഡേർഡ് വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 11 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പെർ യൂണിറ്റ്. ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് 3,60,000 പറഞ്ഞിട്ടുണ്ട് പെർ ഇയർ. വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട് 3 രൂപ പെർ യൂണിറ്റ്. ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് 2,70,000 പെർ ഇയർ തന്നിട്ടുണ്ട്. ദ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് 20 രൂപ പറഞ്ഞിട്ടുണ്ട്. ഇയർ എൻഡറിൽ പ്രൊഡക്ഷൻ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1,60,000 യൂണിറ്റ്സ്. സെയിൽസ് തന്നിട്ടുണ്ടല്ലേ 1,50,000 യൂണിറ്റ്സ്. ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് ആക്ച്വൽ വേരിയബിൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 രൂപ കൂടുതൽ വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡിനേക്കാളും. നമ്മളത് പറഞ്ഞത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ച രണ്ട് മെത്തേഡ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിലും മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിലും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് ഡിഫറൻസ് വന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പോയിന്റ് ആയിട്ട് എഴുതുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കിട്ടും. അപ്പം അങ്ങനെ ചെയ്യണമായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ. പ്രോബ്ലം നമുക്ക് ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കാണില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതുന്നത്. നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞേക്കുന്നത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനല്ല. അതിൽ ഒന്നാമത്തെ മെത്തേഡായ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഫോർമാറ്റ് ഒക്കെ പറഞ്ഞാണ്. ആദ്യം ഫോർമാറ്റ് പ്രകാരം ആദ്യം വന്നത് സെയിൽസ് ആണ്. ഇവിടെ സെയിൽസ് ആ വർഷം വന്നേക്കുന്നത് 1,50,000 യൂണിറ്റ്സ് ആണ്. അതിന്റെ സെല്ലിംഗ് പ്രൈസ് ചാർജ് ചെയ്തേക്കുന്നത് 20 രൂപയാണ് പെർ യൂണിറ്റ്. 1,50,000 × 20 പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 13 lakh. ലാസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വേരിയബിൾ കോസ്റ്റ്. ആക്ച്വൽ പ്രൊഡക്ഷൻ വന്നേക്കുന്നത് എത്രയാ 1,16,000 യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് വന്നേക്കുന്ന വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 11 രൂപയാണ്. പിന്നെ പറഞ്ഞ ഒരു അഡീഷണൽ ആയിട്ട് 30,000 രൂപ കൂടുതൽ വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡിനേക്കാളും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യണം. 17,60,000 പ്ലസ് 30,000 7,95,000. ഇനി ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ബേസിൽ തന്നെ എടുക്കണം. 1,60,000 യൂണിറ്റ്സ്. ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കണം. തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. ആ വർഷത്തിൽ വന്ന ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് തന്നിട്ടുണ്ട് 3,60,000 പെർ ഇയർ എന്നും പറഞ്ഞിട്ട്. അത് എത്ര യൂണിറ്റ്സിനാ 1,80,000 യൂണിറ്റ്സിനാണ് ഈ 3,60,000 പെർ ഇയറിൽ ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് 3,60,000 ഡിവൈഡഡ് ബൈ 1,80,000 ₹2 ആണ് നമ്മുടെ ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് വേണ്ടത്. അപ്പോൾ 1,60,000 × 2 3,20,000 ആണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് എന്നുള്ള കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പ്രൊഡക്ഷൻ. സെയിൽസ് എത്രയാ 1,50,000. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് പ്ലസ് 20,000 മൈനസ് പ്രൊഡക്ഷൻ നടത്തിയത് 1,60,000 മൈനസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് വന്നാൽ 10,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 11 രൂപ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 രൂപ. അപ്പോൾ ടോട്ടൽ വന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13 രൂപയാണ് പെർ യൂണിറ്റ്. അപ്പോൾ 10,000 × 30 എന്ന് പറയുന്നത് 1,30,000. ഇനി ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. നമ്മൾ ഈ ടോട്ടൽ കോസ്റ്റ് എത്രയാ ഇവിടെ 30,000 രൂപ ഡിഫറൻസ് നമ്മൾ കാണിക്കണം. അപ്പോൾ 17,90,000 പ്ലസ് 3,20,000. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 20,50,000 ആണ്. അത് എത്ര ഇതിനാ പ്രൊഡക്ഷൻ നടത്തിയതിനാ 1,60,000 യൂണിറ്റ്സാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ 13.21 കിട്ടും. അത് ഇൻറ്റു 20,000 ചെയ്യുമ്പോൾ 2,64,375 രൂപ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അത് ലെസ് ചെയ്യണം. ഇനി ആഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് പ്രകാരം ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് വന്നേക്കണേ 3,60,000. പക്ഷെ ആക്ച്വലായിട്ട് നമുക്ക് വന്നേക്കണേ എത്രയാ 3,20,000. അപ്പോൾ കുറവല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്ത് കാണിക്കണം. ആ 40,000 ആഡ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇവിടെ ആഡ് ലെസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 20,20,625. ഈ 30,00,000 നിന്ന് ഈ 20,20,625 കുറയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും 9,79,375. ഇനി അതിൽ നിന്ന് നമ്മുടെ ലെസ് വേരിയബിൾ കോസ്റ്റും സെല്ലിംഗ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കുറയ്ക്കണം. നമ്മുടെ സെല്ലിംഗ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വന്നിട്ടുണ്ട് 3 രൂപ. നമ്മൾ സെയിൽ എടുത്തത് എത്രയാ 1,15,000 യൂണിറ്റ്സാണ്. പിന്നെ 1,15,000 യൂണിറ്റ്സ് ഇൻറ്റു 3 ചെയ്യുമ്പോൾ 4,50,000 കിട്ടും. ഇനി പ്ലസ് നമുക്ക് ഇവിടെ ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് വന്നിട്ടുണ്ട് 2,70,000 പെർ ഇയർ എന്നും പറഞ്ഞു.
അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ 7,20,000 രൂപ കിട്ടും. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ സെല്ലിംഗ് കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി വന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് 2,59,375. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ വരുന്നത്. നമ്മുടെ അടുത്ത മെത്തേഡായ അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിലാണ് നമ്മൾ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ. ഇവിടെ മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സെയിൽസ് നമുക്ക് എത്രയാണ് 1,50,000 യൂണിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപ തന്നിട്ടുണ്ട്. 1,50,000 ഇൻറ്റു 20 പെർ യൂണിറ്റ് 30 ലക്ഷം. ലെസ് മാർജിനൽ കോസ്റ്റ്, നമുക്ക് വേരിയബിൾ കോസ്റ്റ് എത്രയാണ് 1,60,000 യൂണിറ്റ്സിന് സ്റ്റാൻഡേർഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 11 രൂപ പ്ലസ് അഡീഷണൽ ആയിട്ട് സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ വന്ന 35,000 ആഡ് ചെയ്യണം. അപ്പോൾ 17,90,000 കിട്ടും. നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക 10,000 ഇൻറ്റു എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇൻറ്റു 11. അപ്പം 1,15,000. ഈ 11 ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് 17,90,000 ഡിവൈഡ് ബൈ എത്ര യൂണിറ്റ്സിനാണ് 1,60,000 യൂണിറ്റ്സിന്. അത് എത്ര യൂണിറ്റ് മീൻസ് എത്ര ക്ലോസിംഗ് യൂണിറ്റ് 20,000 യൂണിറ്റ്സിന്. ഈ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ കോസ്റ്റ് എടുത്ത് 2,24,375. ആഡ് വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് 1,50,000 യൂണിറ്റ്സിന് എത്രയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 രൂപ 4,50,000. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 21,30,625. ഈ എമൗണ്ട് 30 ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8,69,375 ലെസ് നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് സെല്ലിങ്ങും പ്രൊഡക്ഷൻ കോസ്റ്റും. സെല്ലിംഗ് എത്രയാണ് 2,70,000. ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് 3,60,000. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 6,30,000. ഈ 8,69,375 കോൺട്രിബ്യൂഷൻ നിന്ന് 6,30,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 2,39,375. ഇതിൻ്റെ നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഡിഫറൻസിന്റെ കാരണം എന്നും. നമുക്കറിയാം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ 2,59,375 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിൽ 2,39,375. ഇതിന് 70,000 ആണ് നെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും ഫിക്സഡ് കോസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിൽ നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിലുള്ള പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്.